ഇതവൻ കൊണ്ടുപോയിട്ടാ എഡ്യൂക്കേഷൻ ഇനി ആരും സൂത്രം കാണിച്ചാ കൂടി ചേരുകയാണ്. ട്രാൻസ്ജെൻഡർ കോൺഗ്രസ് സംസ്ഥാന രക്ഷാധികാരിയാണ് അരുണിമ. അവന്തിക തുറന്നു പറഞ്ഞത് അരുണിമ കേട്ടിട്ടുണ്ടാകും. ഒരുപക്ഷെ നേരത്തെ തന്നെ അരുണിമയോട് ഇക്കാര്യങ്ങൾ അവന്തിക സൂചിപ്പിച്ചിട്ടുണ്ടാകും. ഒരു റേപ്പിസ്റ്റിനെ പോലെ തന്നോട് സംസാരിച്ചു നമ്മുടെ സംസ്ഥാനത്തെ ഒരു MLA എന്നതാണ് പറയുന്നത്. തോന്നി അതങ്ങനെ വരൂ, അതങ്ങനെ സംഭവിക്കൂ, ഈ ലോകത്തിന്റെ ഒരു പോക്കേ. രാഹുൽ മാങ്കൂട്ടത്തിൽ വിളിച്ചതിന്റെ സ്ക്രീൻഷോട്ടാണ് നമ്മൾ കാണുന്നത്. അതിനു മുൻപ് 11:28 വിളിച്ചിട്ടുണ്ട്, 11:27 അങ്ങോട്ട് വിളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനു മുൻപും ആ കോളുകൾ വന്നത് നമുക്ക് കാണാം. ഗർഭഛിദ്രത്തിന് നിർബന്ധിക്കുന്ന ടെലിഫോൺ സംഭാഷണം വ്യാജമെന്നാണ് രാഹുൽ അല്പം മുൻപ് പറഞ്ഞത്. എന്റെ ഇല്ലാത്ത ബുദ്ധിയിൽ ഒരു ഐഡിയ തോന്നുന്നുണ്ട്. പെൺകുട്ടിയുമായി രാഹുൽ നടത്തിയ വാട്സാപ്പ്, ടെലിഗ്രാം ചാറ്റുകൾ ഞങ്ങൾ പുറത്തുവിടുകയാണ്. ആണുങ്ങളായാലേ അല്പം സ്വല്പം നാണോ മാനൊക്കെ വേണം. ഞാൻ പറയാൻ പോകുന്ന അതിഭയങ്കരമായി സത്യം കേട്ടിട്ട് നിങ്ങൾ ഞെട്ടരുത്. എന്റെ യുദ്ധം എന്ന് പറയുന്ന ഒരു വ്യക്തിയോടുള്ളതല്ല, തെറ്റായ സമൂഹത്തിൽ നടക്കുന്ന തെറ്റായ പ്രവണതകളോടുള്ളതാണ്. സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ പ്രയോഗിക്കപ്പെട്ട ഡയലോഗ്, ഏറ്റവും കൂടുതൽ ഹിറ്റായ ഡയലോഗ് ഹൂ കേസ്. അന്ന് മാസായി അടിച്ച ആ ഹൂ കേസ് ഡയലോഗിലേക്ക് ഒരിക്കൽ കൂടി. നമ്മളോ പാലക്കാടോ നാട്ടിലെ ജനങ്ങളോ ഇതിലൊന്നും കൺസേൺ അല്ല. ഹൂ കേഴ്സ്? ശകലകലാവല്ലഭൻ. രണ്ട് പേർ തമ്മിലുള്ള ഉഭയസമ്മത പ്രകാരമുള്ള ഒരു ബന്ധം, അതിനുശേഷം ഈ പരാതി ഉയർത്തുന്നു എന്നുള്ള ഒരു സ്ഥിരം വാദമുണ്ടല്ലോ. ആ സ്ഥിരം വാദം ഇതിനകത്ത് ചെലവാകില്ല. മൈ ഗോഡ്, സെന്റിമെന്റൽ ആൻഡ് സൈക്കോളജിക്കൽ മൂവ്. എന്തായാലും താൻ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് ഞാൻ അങ്ങനെ പറ്റില്ല എന്ന് പറയും. സമൂഹത്തിലെ പല മേഖലകളിലുള്ളവരോട് ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു സാധ്യത. പഞ്ചാര അടിച്ചു ആ സ്ക്രീൻഷോട്ടിൽ കൃത്യമാണ്. പക്ഷേ പഞ്ചാര അടിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമല്ല. നിനക്ക് എങ്ങനെ സാധിക്കുന്നത്? എനിക്ക് ഒരൊത്തും പിടിയും കിട്ടുന്നില്ല. നേതാക്കന്മാർക്ക് എന്ത് തമ്മാടി തരാ വന്ന ഇനി ഞാനിവിടെ നിന്ന് ഡയലോഗ് പറഞ്ഞ കരഞ്ഞു പോകും. ഉസ്മാനെ രക്ഷപ്പെട്ടോ.